നെക്സ്റ്റ് ഡാൻസ് AD 2000 അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്. ഇവനാണ് തുളസിയാണ് ആദ്യം ഇങ്ങനെ തുടങ്ങിയത്. നമുക്ക് റീൽസ് എടുക്കാന്ന് പറഞ്ഞിട്ട് വെറുതെ അപ്പൊ നമുക്ക് വേറെ എന്തെല്ലാം പണിയുണ്ട്. ഒന്നാമത് ഇവന് വയ്യ, നടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പഴയ ഡാൻസറാണെന്ന്. നല്ല ഡാൻസ് കാണാണ്ട് ആൾക്കാർ തിക്കും തിരക്കായി തുടങ്ങി. ഒരു കാലത്ത് എറണാകുളം ഭരിച്ചവരാണ് കേട്ടോ ഇവര്. ഇന്ന് ഇവരിങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ വിചാരിക്കേ വേണ്ട. ആ 300 വീടുണ്ടാവും. ആ 300 വീട്ടിലെ ഏത് ചെക്കനോടും ഏത് കൊച്ചിനോടും ഇതായി കഴിഞ്ഞാൽ അവനൊരു താളമുണ്ട്. അത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എടാ സ്റ്റെപ്പ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിനെ കാണിക്കും. ആ ഒരു താളം ആ മൊത്തം നാടിനുണ്ട്. അന്ന് ഡ്രസ്സ് പോലും ഇല്ല. എന്തെങ്കിലും ഒരു വെള്ള ഷർട്ട് ഉണ്ടാ, ചുമപ്പ് ഷർട്ട് ഉണ്ടാന്നൊക്കെ ചോദിച്ചിട്ട് അതിലെന്തെങ്കിലുമൊക്കെ പിടിപ്പിച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ. കള്ളിമുണ്ട് ഉപയോഗിച്ചിട്ട് ജാക്കറ്റ് അടിക്കും. നമ്മൾ തയ്യക്കാരൻ ചേട്ടനുണ്ടായിരുന്നു. പുള്ളിനോട് ചുളുവിൽ പറഞ്ഞു, ഇതുപോലത്തെ സാധനം ബേക്കിലടിച്ചാലും കുഴപ്പമില്ല, ഇവിടെ ഫ്രണ്ടിൽ കാണണം. പൈസ ഒരു പ്രശ്നം തന്നെ ആയിരുന്നു. ഇൻസ്റ്റാഗ്രാം അവരുടെ വസന്തകാലത്തിലെ ഓർമ്മകൾ എടുത്തിടാനുള്ള സ്ഥലമാണ്. അതാണ് സംഭവം. അതിന്റെ കാരണം അറിയാമോ? ഈ ഞങ്ങളിപ്പോ എത്ര വർഷമല്ലേ കളിക്കുന്നുണ്ടല്ലേ, ഞങ്ങൾ കളിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഒരു വീഡിയോ ഒരു ഫോട്ടോ ഒന്നുമില്ല. അപ്പൊ ഒന്ന് കാണേണ്ടതൊക്കെ എനിക്കത് ഫീൽ ചെയ്തു കേട്ടോ. ആ ഫസ്റ്റ് ഞാൻ കളിക്കുന്നത് അതുകൊണ്ടാണ്. കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ചത് കാലൊക്കെ എടുത്ത് അടിക്കുന്നത്. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ 4 ഇഞ്ച് പോലും കാലം. ഇന്ന് എന്നോടൊപ്പം ഒരു കിടുക്കാച്ചി ഡാൻസ് ടീമാണ്. ചേട്ടന്മാരെ നമസ്കാരം. നമസ്കാരം. ഈ നമ്മളെ 2000 എന്ന് പറയുന്ന വർഷം നമ്മളോട് ഇപ്പൊ 99 ആയപ്പോൾ എല്ലാവരും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. Y2K പ്രശ്നം എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറയുന്ന യേശുക്രിസ്തു ഇങ്ങനെ പിടിച്ചേക്കുന്നതുകൊണ്ട് 2000 ആണ്ടാകുമ്പോൾ ലോകം അവസാനം. അതൊരു വലിയ പ്രശ്നമായിരുന്നു. കാരണം കമ്പ്യൂട്ടറിന്റെ എല്ലാം ഇത് പോകും, അൽഗോരിതം പോവുക, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ വന്നു. അതേ 2000-ൽ തന്നെ നിങ്ങൾ പിരിയണം എന്നും പറഞ്ഞ ഒരു ഡാൻസ് ട്രൂപ്പ് തുടങ്ങി. അതായത് നേരത്തെ തുടങ്ങി, എന്നാൽ 2000 നമ്മൾ വെച്ച് അവസാനിപ്പിക്കും. എന്താ ലോകം അവസാനിക്കുമെന്ന് പേടിച്ചിട്ടായിരുന്നു അത് ചെയ്തത്? അങ്ങനല്ല. എന്തായാലും ചേട്ടൻ്റെ അളിഞ്ഞ കോമഡിക്ക് ചിരിച്ചാൽ പറഞ്ഞു. അത് ഞങ്ങൾ തുടങ്ങുമ്പോ ഞങ്ങക്ക് ആ ഒരു പ്രായമായിട്ടുണ്ടായിരുന്നുള്ളു എല്ലാവരും ഒരിതിൽ. പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ട് 2000 ആകുമ്പോഴേക്കും നമ്മളൊരുവിധം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളുടെ പ്രാരാബ്ദവും കാര്യങ്ങളും അതുവരേക്കും നമ്മൾ കളിച്ച് ഇങ്ങനെ നടന്നു വെച്ചാൽ ഒരു ടൈമുണ്ട്. പിന്നെ നമ്മളൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം കൂടി വരുമ്പോഴേക്കും നിർത്തേണ്ടി വരും എന്നുള്ളൊരു ചിന്ത അതായിരുന്നു ഉറപ്പല്ലേ. എല്ലാവർക്കും കാരണല്ലേ, ഞാൻ ഒഴികെയുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിത സാഹചര്യം വളരെ മോശം. കൂലിപ്പണിക്കാരുടെ മക്കൾ തന്നെയാണ്. ഞാൻ മാത്രം അതിൻ്റെ അകത്ത് കുറച്ച് ഇതില് ജീവിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നേരം ഭക്ഷണം കിട്ടി എനിക്ക് മാത്രം കിട്ടിയിട്ടുള്ളൂ. ഞാനാണ് ഇവരെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇത് ചെയ്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇവരെന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്താൻ പറഞ്ഞോ, ഈയിടെ AD 2000 എന്ന് പറഞ്ഞ ഒരു ഡാൻസ് ട്രൂപ്പ്. അതായത് ഇവർക്ക് ഓൾറെഡി ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. എത്ര വർഷം ചേട്ടാ? 20 ഇപ്പൊ അല്ല, എത്ര വർഷങ്ങൾക്ക് ശേഷം ബാക്ക് നിങ്ങൾ തിരിച്ചു വന്നേ? 26 വർഷങ്ങൾക്ക് ശേഷം പൊടി തട്ടി തൊപ്പിയും വെച്ച് ഈ നമ്മൾ പറയില്ലേ 2K കിഡ്സ് എന്ന് പറയുന്ന പോലെ, ജെൻസി എന്ന് പറയുന്ന പോലെ, ഇവർ അന്നത്തെ കാലത്തെ ഏതോ ഒരു തലമുറയാണ്. അവരവിടെ തിരിച്ചെത്തിയേക്കാണ്. അടിപൊളി ഡാൻസ് ആണ്. നിങ്ങളൊന്നും പരിചയപ്പെടുത്തിയില്ല. പേര് പറഞ്ഞേട്ടാ? എൻ്റെ പേര് ബിനോയ് പ്രകാശ്. ബിനോയ് ചേട്ടനാണ് ടീമിനെ നയിക്കുന്ന ആളല്ലേ? ഓക്കെ. ബിനോയ് ചേട്ടൻ നേവിയിൽ ജോലി. ഞാൻ മർച്ചന്റ് നേവിയിൽ ഷെഫാണ്. ചേട്ടന്റെ പേര്? ഷാജി. എന്ത് ചെയ്യുന്നു? ലോഡിംഗ് അല്ല. ചേട്ടന്റെ പേര്? എന്റെ പേര് നോബിൻ ലാൽ. അവിടെ ഒരു സിമന്റ് കമ്പനി ഗോഡൌണിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. സിമന്റ് കമ്പനി. എൻ്റെ പേര് തുളസിദാസ്. വർക്ക് ഈ വണ്ടിയൊക്കെ പഞ്ചറാവൂലേ, മൊബൈൽ സർവീസ് പോയി. എൻ്റെ പേര് മുരുകൻ. പെയിന്റിങ് വർക്കാണ്. പെയിന്റിങ് വർക്ക്. ആ ചേട്ടനെ കണ്ടാ അറിയാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങനെ സ്റ്റിഫായിട്ടിരിക്കും. എന്നെ പോലെ കുറച്ചുണ്ട്. പക്ഷെ കൂട്ടത്തിൽ ഞാൻ ചേട്ടനെ കളി ശ്രദ്ധിച്ചിരുന്നു. ഞാൻ നന്നായിട്ട് കളിക്കുന്നു. പക്ഷെ നിങ്ങൾ ആരും അട്രാക്ഷൻ വരൂലേ പെട്ടെന്ന്. അതായത് ബോഡി ഫിറ്റ്നസ് ആക്കി വെച്ചിട്ട് കളിക്കുമ്പോ പെട്ടെന്ന് എനിക്ക് അട്രാക്ഷൻ തോന്നിയായിരുന്നു. ഞാൻ ഡാൻസ് കളിക്കുന്നു. അവിടത്തെ മൈക്കിൾ ജാക്സനാ നിങ്ങളുടെ നാട്ടിൽ. ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് ഷൈലാസ് എന്നാണ്. ഞാൻ ഇവിടെ വോഡാഫോൺ ഐഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഐഡിയ ഒക്കെ ഉണ്ടോ? വന്നിട്ട് നല്ല ഐഡിയ ഉണ്ട്. ഈ കൂട്ടത്തിലെ കൊച്ചു പയ്യൻ ഇത് ഞങ്ങളെ ക്യാമറ. അവന് നാക്കുണ്ട് പറയട്ടെ. എന്റെ ഒരു ആകാശ്.
ഞാൻ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇവരുടെ കൂടെ എടുക്കുവാണോ? വീഡിയോ എടുക്കുവാണോ? അല്ലാണ്ട് വർക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യണേ. ഇവരെങ്ങനെ കിട്ടിയത്? അല്ല, അടുത്തുള്ളാണോ? എന്റെ പാപ്പന്മാരാണോ? ഈ ഐഡിയ ആയിട്ട് പാപ്പനാണോ വന്നേ, മോനാണോ? പാപ്പനല്ല, വാപ്പൻ. വാപ്പൻ ഇളയച്ചന്മാര്. ഞങ്ങളുടെ നാട്ടില് അപ്പന്റെ അനിയന്മാരെ പാപ്പനെ വിളിക്കും. അത് ഒരു വാക്ക് പോരട്ടെ. ഈ വാപ്പൻ എന്ന് പറയുന്ന പാപ്പൻ എങ്ങനെയായിരുന്നു? നിങ്ങൾ ഡാൻസ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണോ? എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക്? എന്റെ അടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വന്ന സമയത്താണ് ബിനോയോ വാപ്പന്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഡാൻസ് ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യാൻ പോണേന്ന്. അപ്പൊ വീഡിയോ എടുത്തു തന്നെ. അതിന് ആരാണ് പറഞ്ഞത് നിങ്ങളോട് നമുക്കിത് പൊടി തട്ടിയെടുക്കാം? ഇവിടെ ഒരാള് പിന്നെ പണിക്ക് നിങ്ങളൊക്കെ ഇട്ടിട്ട് പോയാലും കലയെ സ്നേഹിക്കുന്ന ഒരു ആത്മാർത്ഥ മനുഷ്യനുണ്ടായിരുന്നു. പറഞ്ഞു. ഇവനാണ്, തുളസിയാണ് ആദ്യം ഇങ്ങനെ തുടങ്ങിയത്, നമുക്ക് റീൽസ് എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു ഒന്ന് വെറുതെ അപ്പൊ നമുക്ക് വേറെ എന്തെല്ലാം പണിയുണ്ട്. ഒന്നാമത് ഇവന് വയ്യ, നടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പഴയ ഡാൻസറാണ്. അതുപോലെയാണ് നടക്കാൻ 2 കാലും. എനിക്കൊരു അത് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവൻ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അവൻ എല്ലാരും വിളിച്ചപ്പോ ആദ്യം റെസ്പോൺസ് അങ്ങനെ ആയിരുന്നില്ല. ചെയ്യണോ, പറ്റോ, വേറെ പണിയില്ല എന്നൊക്കെ ഉള്ളായിരുന്നു ഇവരുടെ എല്ലാവരുടെയും ഇത്. പിന്നീട് ഞാൻ ഒറ്റക്ക് ചെയ്യാൻ പോന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഷൈലാസ് പറഞ്ഞു, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരും വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് ആ ഒരു പാട്ട് 2 ദിവസം കൊണ്ട് പഠിച്ചു. ബോയ്സില് അപ്പൊ ചേട്ടനാണ് വിളിച്ചു വരുത്തി എല്ലാരും വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുത്തത്. ചേട്ടാ, ഇപ്പം എനിക്ക് തന്നെ, ഞാനൊക്കെ എൻ്റെ ചെറുതിലെ അന്നൊക്കെ കാലത്ത് സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 80കളുടെ 85കളുടെ ആ സമയത്ത് ഞാൻ ഉണ്ടായിട്ടില്ല കേട്ടോ, എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. ഇവിടെ നിന്നാണ് എൻ്റെ ഒരു ബൂമിങ് വരുന്നത്. അത് മൈക്കിൾ ജാക്സന്റെ പാട്ടുകളും ഡാൻസുകളും ഹിറ്റാവുകയും എന്താ പറയാ ടേപ്പുകളിലൂടെ കേട്ട് അതിലൊരു വിഭാഗം ആളുകൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചൊരു സമയമുണ്ടായിരുന്നു. ആ ഒരു ബൂമിംഗ് പീരീഡ് അല്ലായിരുന്നു നിങ്ങളുടേത്? എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളെന്ന് പറയാം? നമ്മൾ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ജലി മഴരക്തത്തിന്റെ ഒരു പഴയ പടമുണ്ട്. അതില് മറ്റേ ബേബി ശാമില് നായികയായിട്ട് അതിൽ കുറച്ച് പിള്ളേര് ഡാൻസ് കളിക്കുന്ന ഒരു ഇതുണ്ട്. അത് ഞങ്ങക്ക് അട്രാക്ഷൻ ആയി കണ്ടു കഴിഞ്ഞപ്പോ. അപ്പം മുരുകനാണ് ഇതില് ഇത്തിരി അവൻ പല സ്ഥലത്തുനിന്നും ഞങ്ങൾ ആ ഏരിയയിലൊക്കെ ഒരുപാട് പഴയ ഡിസ്കോ ഡാൻസർമാർ അവരൊക്കെ ഉണ്ടായിരുന്നു. പേര് ഒന്ന് ഇവിടെ ഷൗക്കത്ത്, പിന്നെ അവരുടെ ശിഷ്യന്മാര് വിനോദ് എന്നൊക്കെ പറഞ്ഞ് കുറെ പേരുണ്ടാണ്. അതൊക്കെ കണ്ടുകൊണ്ട് അവൻ ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഒടിച്ചൊക്കെ കാണിക്കും. അപ്പൊ നമ്മൾ കൊള്ളാല് ഈ പരിപാടി. ഞാനതിൽ ഇതായി. പിന്നെ തുളസി ഇവനും ഇത്തിരി ഇതുള്ളതായിരുന്നു ഇവൻ. പിന്നെ ഒരു നവി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് എല്ലാരും കൂടി തുടങ്ങി ആദ്യത്തെ പാട്ട്. 2 വർഷം ഞങ്ങൾ ഉത്സവത്തിന് ആകെ ഒരു 5 മിനിറ്റ് സമയം തരും, അതിന് എന്തെങ്കിലും കളിക്കാൻ. അങ്ങനെ അത് തുടങ്ങി. പിറ്റേ വർഷം അത് അങ്ങനെ കിട്ടി തുടങ്ങി. പിന്നെ എൻ്റെ അനിയനാണ്, അവനെയും കൂട്ടി. അത് കഴിഞ്ഞ് ഓരോരുത്തരും കൂട്ടി. അങ്ങനെ ഒരു 4-5 വർഷത്തെ ഒരു ഇതിന്റെ ഇടയിലാണ് ഓരോരുത്തർ വന്ന് ചേർന്ന്. പിന്നെ ഞങ്ങൾക്കപ്പോ ഞങ്ങളെ ഡാൻസ് കാണാണ്ട് ആൾക്കാര് തിക്കും തിരക്കായി തുടങ്ങി. ഒരു കാലത്ത് എറണാകുളം ഭരിച്ചവരാണ് കേട്ടോ. ഇന്ന് ഇവരിങ്ങനെ ഇരിക്കുന്ന വിചാരിക്കേ വേണ്ട. പക്ഷെ നമ്മള് ഡാൻസ് ആരും ഇതായിട്ട് പഠിച്ചിട്ടില്ലേ, ബേസിക് അറിയില്ല. ഒരു ഡാൻസിന്റെ ഇപ്പൊ പോപ്പിങ് അത് ഇതൊന്നും പറയുന്നത് ഒന്നും അറിയാൻ പാടില്ല. ഇപ്പോഴും അറിയാൻ പാടില്ല, അപ്പോഴും അറിയാൻ പാടില്ല. ആ ഒരു ഇതായിരുന്നു. ഞങ്ങൾ ശരിക്കും കണ്ടത് കൊച്ചി എന്നുള്ള കുറച്ച് ആൾക്കാർ, അതായത് ജോൺസൺ ചേട്ടന്റെ ടീം, എബീസ് കൊച്ചിൻ എന്ന് പറഞ്ഞിട്ട്, ഇലക്ട്രോ ബാറ്റേഴ്സ് എന്ന് പറഞ്ഞത് രാജേഷ്, അവരുടെയൊക്കെ ടീം വന്ന് കൊച്ചി ഇവിടെ വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ വേറൊരു സംഭവം ഉണ്ടാ, ഈ നമ്മ കളിക്കുന്ന കളിയല്ല എന്ന് ഇങ്ങനെ നമുക്ക് തന്നെ ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെ നമ്മൾ ടീമാവുകയും ഇവിടെ നാട്ടുകാർ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മ മൂക്കില്ല രാജ്യത്ത് കിടന്ന് ഭയങ്കര കളിയാണ്. പിന്നെ വൈപ്പിലിന് കിടന്നിട്ട്, കാരണം വൈപ്പിൽ അന്ന് പാലമൊന്നും ഇല്ലാത്ത ഒരു സമയമല്ലേ. നമ്മൾ പുറത്ത് ഒരു പരിപാടിക്കും പോയിട്ടില്ല. പുറത്ത് ചെന്നപ്പോഴാണ് നമുക്ക് ഏകദേശം പിടുത്തം കിട്ടിയത് ഇത് നമ്മുടെ കയ്യിൽ നിൽക്കണ പരിപാടിയല്ല. അപ്പൊ നമ്മള് പൊറോട്ട അടിക്കാണ്ട് അവരെ അനുകരിക്കാൻ തുടങ്ങി. അപ്പോ അതിനാണ് പ്രഭുദേവയുടെ ഒരു വരവോടുകൂടി ജസ്റ്റ് ചേഞ്ച്. അതിനു മുന്നേ വരെ ജാക്സൺ, ബ്രേക്ക് ഡാൻസ്, മൈക്കിൾ ജാക്സൺ ആ ഒരു ഇതായിരുന്നു. പ്രഭുദേവയുടെ വരവോടുകൂടി പിക്ചർ മാറിയാണ്.
പിക്ചർ മാറി. അപ്പം ഞാൻ കുറച്ച് ആക്ട് ചെയ്യും. ഞാൻ കോളേജിലും അവിടെയൊക്കെ ബെസ്റ്റ് ആക്ടും അതും ഇതൊക്കെ ആയിരുന്നു. ഞാൻ ആക്ട് ചെയ്ത് കഴിക്കാൻ തന്നെ ഞാൻ ഇവൻ നല്ലോണം കളിക്കും. പക്ഷെ തല ഇങ്ങനെ ഇരിക്കുള്ളൂ. നേരെ വെക്കൂല. ഞങ്ങൾ ചോദിക്കും മുരുക സ്റ്റെപ്പ് താഴണം. അങ്ങനെ വിനയം കൊണ്ടാ. കുറച്ചും ഞാൻ മാറ്റി പറഞ്ഞു വിനയം കൊണ്ടാ. വിനയം 30 വർഷം ഇട്ട് അവൻ മാറിയിട്ടില്ല. അതാണ് ഇപ്പോഴും. ആദ്യമായിട്ടാണ് സെന്ററിൽ നിന്ന് കളിച്ചാണ് ഈ ഇത്രയും കൊള്ളത്തിനടക്ക് ഈ 16 പുതിയ ഇത് ചെയ്തേക്കണം. അവന്റെ മൂവ്മെന്റ്സിനും ഇതിനൊക്കെ ഞങ്ങളിൽ നിന്നും വേറിട്ടാണെന്നറിയാം. പക്ഷെ ഞാൻ എന്നിട്ട് കയറി കുറച്ച് ആക്ടിങ് കൂടി ചേർത്ത് പ്രഭുദേവയുടെ പോലെ അങ്ങനെ ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ചിക്ക് ബുക്ക് റെയില് കളിച്ച് ഉറുവശി കളിച്ചപ്പോഴേക്കും ഡബിൾ ഹിറ്റായി. അതോടുകൂടി വൈപ്പിങ്ങര 25 കിലോമീറ്റർ ഞങ്ങൾ അറിയാത്ത ആരും ഇല്ലാത്ത രീതിയിലും വളർന്നു. പുറത്തോട്ട് ഞങ്ങള് ഇപ്പൊ ഷോക്ക് ബോയ്സ് കുമ്പളത്ത് ഒരു കുമ്പളങ്ങി നൈറ്റ്സിലെ ഇവരുടെ ഈ പറയുന്ന ആരുടെയോ ഒരു സ്റ്റോറി അല്ലായിരുന്നോ, നെൽസണോ ജോൺസൺ? അത് അവിടെ നമ്മുടെ അവന്റെ പേര് അതിൽ അഭിനയിച്ച സിനിമ മൂൺവാക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിടെ ഇറങ്ങിയത്. അതല്ല ഞാൻ പറഞ്ഞ ഈ കുമ്പളങ്ങി നൈറ്റ്സിലെ 2 മക്കള് ഡാൻസറുടെ മക്കളാന്ന് പറഞ്ഞ ഈ നെൽസണോ ജോൺസൺ അങ്ങനെ ആരണ്ട ഇത് വെച്ചിട്ടില്ലായിരുന്നു? ആയിരിക്കോട്ടെ, അറിയില്ല. ഒരുപാട് പേര് ഉള്ളതാണ്. ആ കുമ്പളങ്ങി നൈറ്റ്സ് തന്നെ ഉണ്ട് ഒരു പയ്യനുണ്ട്, ഡാൻസ് ഇതിലുള്ള ഒരു പയ്യനുണ്ട്. അവന് നമ്മള് നേരത്തെ തന്നെ അറിയുമായിരുന്നു. ഇപ്പൊ കൊണ്ടന്നൂര് സാബു ഗ്യാങ് അവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു. നമുക്ക് പുറത്തുള്ളവരെല്ലാരും ആ ഒരു 25 കിലോമീറ്റർ അതിന്റെ ആ ദ്വീപിലേക്ക് കിടന്നുകൊണ്ടിട്ട് നമ്മ പുറം കാണാത്ത ഒരു ഇതുപോലെ ആയിരുന്നു. ഈ മാസത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോ ഈ എറണാകുളം കറങ്ങാൻ വരികയോ അങ്ങനെയൊക്കെ പോയിട്ട് അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. ഞങ്ങളുടെ സിറ്റുവേഷനും അങ്ങനെയായിരുന്നു. ഞാൻ ഒഴികെയുള്ള എല്ലാവരും വളരെ പരിതാപകരമായിട്ടുള്ള ഇതായിരുന്നു. അതിൽ നിന്നാണ് ഞങ്ങൾ ഈ ഡാൻസ് കാണാൻ തുടങ്ങിയപ്പോൾ നമ്മള് പുറത്തോട്ട് ഇറങ്ങോടാ, നമുക്കിത് കാണണം, അവരെ അനുകരിക്കണം. അത് ഇതായി അന്ന് ഡ്രസ്സ് പോലും ഇല്ല. എന്തെങ്കിലും ഒരു വെള്ള ഷർട്ട് ഉണ്ടാ, ചുമപ്പ് ഷർട്ട് ഉണ്ടാന്നൊക്കെ ചോദിച്ചിട്ട് അതിലെന്തെങ്കിലുമൊക്കെ പിടിപ്പിച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ശരി, അന്നൊക്കെ ഏറ്റവും പ്രധാന സീക്വൻസ് പിടിപ്പിക്കുക, പിന്നെ ഒരു തൊപ്പി കാണില്ലെങ്കിൽ ഒരു ഷോള് കാണും, ഷോള് മേടിച്ച് ഇവിടെ ഒരു കെട്ട് ഇവിടെ ഒരു കെട്ടല്ലേ. അല്ല, അന്നത്തെ ഡ്രസ്സൊക്കെ കണ്ടുവെക്കും. ഒരാൾക്കാർ ഇട്ടുണോക്കെ ഇന്ന ആൾക്കാരുടെ തലസം പോയി അവരോട് കഴിവിച്ചാ അത് എന്നിട്ട് അന്ന് പോയി മേടിച്ചു. എത്രയോ കള്ളിമുണ്ട് ഉപയോഗിച്ചിട്ട് ജാക്കറ്റ് അടിക്കും. നമ്മൾ തയ്യക്കാരൻ ചേട്ടനുണ്ടായിരുന്നു. പുള്ളിനോട് ചുള്ളുവിൽ പറഞ്ഞു, ഇതുപോലത്തെ സാധനം ബേക്കിൽ അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ അങ്ങനെയൊക്കെയാണ് അവരെ അനുകരിക്കാൻ തുടങ്ങിയത്. പൈസ ഒരു പ്രശ്നം തന്നെയായിരുന്നു. നിങ്ങളുടെ അന്നത്തെ ആ ഗ്രൂപ്പിന്റെ പേര് തന്നെയായിരുന്നു AD2000. അതെ, ഒരു ഞങ്ങള് ഡാൻസ് കണ്ട് ഭയങ്കര ക്രേസ് ആയിട്ട് പുള്ളി പറഞ്ഞാ. അപ്പൊ അതിനു മുമ്പ് സൂപ്പർ 6 പല പേരൊക്കെ പറഞ്ഞൊക്കെ തുടങ്ങി ഞങ്ങൾ അവരുടെ കളിച്ചിരുന്നു. ചേട്ടൻ പറഞ്ഞ് 13AD എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ടായിരുന്നു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്. അതിനോട് ഇത് ചേർത്തിട്ട് അയാൾ പറഞ്ഞ 2000 AD, അതായത് വരാമെന്നല്ല 2000 എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞ പോലെ അത് കഴിഞ്ഞു. അന്ന് ഇത് കളിക്കുമ്പോ ഫ്യൂച്ചറാണത്. അപ്പൊ AD 2000 അമ്മ. പക്ഷെ അന്ന് നമ്മ ഓർക്കുന്നില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വരുമെന്ന ഓർക്കുന്നില്ല. നിങ്ങൾ എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതായിരുന്നു? അത് 95 ആണ് ശരിക്കും. അത് പുതുവിപ്പിലെ ഉണ്ണി എന്ന് പറഞ്ഞ ചേട്ടനാണ് പരിപാടിക്ക് ചെന്നപ്പോ അത് കേട്ടപ്പോ എനിക്ക് അങ്ങോട്ട് ഇതൊന്നുമല്ല. പക്ഷെ അത് വിളിച്ചു പറയുമ്പോ ആ ഒരു നല്ലൊരു ഫീൽ ആയിരുന്നു. അതൊന്ന് വിളിച്ചു പറഞ്ഞേ കേക്കട്ടെ, ഞാൻ ഫീൽ ചെയ്യട്ടെ. നെക്സ്റ്റ് ഡാൻസ് AD2000 അവതരിപ്പിക്കുന്ന പരിപാടി. അങ്ങനെ ഇത് പറയുമ്പോ AD2000 സിനിമാറ്റിക് ഡാൻസ് ഒരു ഗുമ്മുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിച്ചു ഇത് 2000 നമുക്ക് വേറെ ഇത് എന്താ വരുമാനം ഉണ്ടാവാൻ സാധ്യത? എത്ര നാള് കളിച്ചാലല്ലേ പിന്നെ സിനിമ അതിനു വേണ്ടിയല്ല അന്ന് വരുമാനം അല്ല. അത് ഒരുപാട് കാശ് ഉണ്ടായിട്ടുണ്ട്, ആർക്കാരും ഉപകാരപ്പെട്ടില്ല. പുതിയ ഡ്രസ് ഒരുപാട് കാശുണ്ട്. ആകെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എല്ലാവരും, എന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല, എല്ലാവരും വീട്ടിലേക്ക് 200 രൂപയെ കൊണ്ടുപോയിട്ടുള്ളൂ. വരുമാനം അല്ല, വരുമാനത്തിന്റെ അല്ല,
ഒരു പാഷനായിരുന്നു, ഒരു ഇത് ചെയ്യണം എന്നുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ ഡാൻസ് തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് അതിനൊരു ബേസിക് ഉണ്ട്. എന്ന് വെച്ചാല് ഞങ്ങൾ അവിടെ ഈ ഓണംകളി, കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് നാട്ടുകൂട്ടം ചേർന്ന് കളിക്കുമായിരുന്നു ഈ എല്ലാ ഓണത്തിനും. അതിന് ആ നാട്ടിൽ മൊത്തം എല്ലാവർക്കും ഒരു താളമുണ്ട്, ആ ഒരു താളമുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഇൻസ്പിറേഷൻ ഇത് കിട്ടിയേക്കണത്. ഇപ്പോ ഞങ്ങൾ ഡാൻസ് പഠിച്ച ശേഷം അവിടെ എല്ലാരും കളിക്കാൻ ഇങ്ങനെ തുടങ്ങി, ചെറിയ പിള്ളേർക്ക് അടക്കം. ഇപ്പോ ആ 300 വീടുണ്ട് അവിടെ. ആ 300 വീട്ടിലെ ഏത് ചെക്കനോടും ഏത് കൊച്ചിനോടും ഇതായി കഴിഞ്ഞാൽ അവനൊരു താളമുണ്ട്. അത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ ഡാൻസിന് ഇപ്പൊ അതിൽ കൂടി പോണ എടാ സ്റ്റെപ്പ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി കാണിക്കും. ഇത്ര ചെറുതായാലും ആ ഒരു താളം ആ മൊത്തം നാടിനുണ്ട്. ആ ഒരു സ്ഥലം വളർത്തുന്ന. ഇതിനുശേഷം നിങ്ങൾ ഡാൻസ് ട്രൂപ്പ് തുടങ്ങിയെങ്കിൽ നിങ്ങൾ കളിച്ചു, നിങ്ങൾ പിന്നീട് ആരെങ്കിലും കളിക്കാനോ പഠിപ്പിക്കാനോ? ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്, പല സ്ഥലത്തും പോയിട്ടുണ്ട്. പഠിപ്പിക്കാൻ പോയിട്ടുണ്ടോ? എവിടെയാ പോയേക്കുന്നത്? പുതിയ സോബേഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്ലബില് ടീമിനെ പഠിപ്പിച്ച് അവരെ ട്രൂപ്പായിട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവര് നിർത്തി കഴിഞ്ഞപ്പോ ഞാൻ അവരായിട്ടായിരുന്നു പിന്നെ പോയി. ഇവന്മാര് നിർത്തിയപ്പോ പിടിച്ചിടിക്കാൻ തോന്നിയായിരുന്നു? ഇല്ല, അതൊന്നും ഓരോരുത്തർ അത്യാവശ്യമായിട്ടല്ലേ നിർത്തിയേക്കണം. എന്നാലും ഒരു വിഷമം. അങ്ങനല്ല, അവർക്ക് സമയമില്ലെന്ന് പറയുമ്പോ നമ്മ അതിനോട് വിളിച്ചു വരുത്തുന്ന. ചേട്ടന് മാത്രം എവിടെയാ സമയം? പെയിന്റ് പണിക്കാരനാണെങ്കിൽ ഇവിടെ ഡബിൾ 7 തുടങ്ങി രാത്രി വൈകുന്നേരം 7 മണി വരെ 1.5 ടച്ച് ചെയ്യാം. എനിക്ക് എന്ന് പറഞ്ഞാൽ ഡാൻസ് എന്ന് വെച്ചാൽ പ്രാന്തായിരുന്നു. ചെറുപ്പത്തിലോട്ട് ഇവനെ പഠിപ്പിക്കല് പിന്നെ സിബിൽ എന്ന് പറഞ്ഞ ഒരുത്തണ്ട് ഞങ്ങൾ കൂടെ കളിക്കുക. അവനെയൊക്കെ പഠിപ്പിക്കലാണ്. ചെറുപ്പുറത്ത് ഞാൻ വൈകിട്ട് ചെല്ലുമ്പോ എന്റെ ഇതെല്ലാം ഞാൻ അവരെ കാണിച്ചു കൊടുക്കും. ഇവരെല്ലാം ഓരോന്ന് പഠിച്ചോണ്ടിരിക്കും. പലരും താടിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. സംഭവല്ലേ ആണോ? അത് കാണിച്ചേ. സോറി എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഞാന് പുഴു പഠിക്കുന്ന പറഞ്ഞാൽ പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഈ സിനിമാറ്റിക് ഡാൻസ് അന്നൊക്കെ സ്കൂളിലൊരു മത്സരവനമല്ല, പക്ഷെ ജസ്റ്റ് ഇനമാണ്, നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഇനങ്ങളിൽ പെട്ടതാണ്. അപ്പൊ അതിൽ ഏറ്റവും ഈ ഡാൻസിനകത്ത് പുഴു അടിക്കില്ല, നിലത്തൂടെ കിടന്ന് പിന്നെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതായിരുന്നു അന്നത്തെ മെയിൻ സാധനം. ചേട്ടൻ ഇപ്പം ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പൊ ഞങ്ങള് ഒറ്റ പഠിക്കും. പിന്നെ 10 പേര് പുതിയ പിള്ളേരെ കിട്ടില്ല. എന്റെ മകന് പിന്നെ അവന്റെ കുറച്ച് കൂട്ടുകാരുണ്ട്. അവന്മാരെ പുതിയ സ്റ്റുഡൻസിനെ വല്ല എടുക്കുന്നുണ്ടോ? എടുക്കണത് അവര് പഠിക്കാൻ വേണ്ടി താല്പര്യം. എന്റെ ഉദ്ദേശം മനസ്സിലാക്കി അവിടെ ആൾക്കാർ തള്ളി. അവന് മനസ്സിലായില്ല, ഭയങ്കര ആത്മാർത്ഥയോട് പറഞ്ഞതാ. ശരി, ഞാൻ പഠിപ്പിക്കുന്നുണ്ടെന്ന്. ചേട്ടനല്ല ഈ ഏജ് ആണോ? ഇല്ല, ഇത് എല്ലാരും എന്റെ ചേട്ടന്മാരാണ്. ഞാനിവരുടെ ചെറുപ്പക്കാരനാണ്. അപ്പൊ ഞാൻ ആരാണ്? തരാനുള്ള വച്ചതൊക്കെ ഞാൻ ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ജൂനിയർ ആയിട്ട് കേറിയതാണ്. ഇവര് കളിക്കണ കണ്ടിട്ട് അതിൽ വന്ന് ചേർന്നതാണ്. ചേട്ടനോട് കുറച്ച് കാര്യം, ഈ ജൂനിയേഴ്സിന്റെ കാര്യം, ഈ സീനിയേഴ്സിന് കുറച്ച് മുടയുണ്ട്. എടാ ആ സ്റ്റെപ്പ് നമ്മൾ കുറച്ച് നന്നായിട്ട് കളിച്ച ഇവന്മാർക്ക് മുട, നമ്മൾ ഇച്ചിരി കാണാൻ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ ഫ്ലോറിൽ ഇരിക്കില്ല. അവരുടെ അവര് നമ്മളെ ചേട്ടന്മാരാണെങ്കിലും എന്റെ സുഹൃത്തുക്കളും കൂടിയാണ്. അത്രയും സ്നേഹമുണ്ട് അവരോട്. അപ്പൊ അവരുടെ ട്രൂപ്പിലേക്ക് എന്നെ ചേർത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഞാനൊരു ജൂനിയറായിട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോയാന് ആ ഗ്രൂപ്പിൽ നിന്ന് എന്നെ മാത്രം ഇവരുടെ കൂടെ കളിപ്പിക്കുക, അതിന്റെ നടുക്ക് നിന്ന് കളിക്കാനുള്ള ഒരു ഭാഗ്യവും കൂടി എനിക്കുണ്ടായിരുന്നു. ഒരു വലിയൊരു സംഭവം തന്നെ അതായിരിക്കും. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് 2000 ആവുന്നേ. അന്നിങ്ങനെ ന്യൂ ഇയറിന് നമ്മൾ ക്ലബ്ബുകളൊക്കെ നമ്മുടെ നാട്ടില്, ഞാൻ ജനിച്ചു വളർന്നൊരു കോളനിക്കകത്ത്, അപ്പം നമ്മൾ ആൾക്കാരെല്ലാം ചേർന്നിട്ട് ഡാൻസ് ഉണ്ട്. അന്ന് ഞാൻ 3 ഡാൻസാണ് കളിച്ച്. മണിമുറ്റ രാവണി പന്തല്, ഇത് ദേശീയഗാനമാണല്ലോ എന്നേ. പക്ഷെ ഒരു സാധനം ഉണ്ടല്ലോ, അറിയാതെ ഞാനൊക്കെ അതിന്റെ കൊറിയോഗ്രാഫർ. ഇന്ന് ഓർക്കുമ്പോ എനിക്ക് ചിരി വരുത്തും. നിങ്ങളൊക്കെ ഇത് കളിച്ചു എന്ന് പറയുമ്പോൾ എന്റെ ഓർമ്മയിലേക്ക് പോയിട്ട് ഇത്രയും കാര്യം ഓർത്തെടുത്തത്. അത് നമ്മൾ ഇതുപോലെയായിരുന്നു, നടുക്ക് നിർത്താൻ ഒരാൾ എപ്പോഴും വരും. സെറ്റാണ്, ആ ആള് സെറ്റാണ്. ചേട്ടാ പിന്നെ ഇനി ഇപ്പം ചേട്ടൻ ലീവിന് വന്നതുകൊണ്ട് പൊടി തട്ടിയെടുത്തു. ലീവ് കഴിയുമ്പോ മേറ്റിക്കേറ്റ് വെക്കുവോ? അങ്ങനെ ഇന്നലെയും കൂടി അതിനെ കുറിച്ച് ഇവരെ ബ്രീഫ് ചെയ്തോണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പ്ലാൻ അത് തന്നെയാണ്. ഇവന്മാരെ ഞാനൊഴികെയുള്ള എല്ലാവരുടെയും പ്ലാൻ അത് തന്നെയാണ്. ഞാൻ പോയി കഴിയുമ്പോ ഇതിങ്ങനെ കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും, അത് മിക്കവാറും. പക്ഷെ അതിന് 1-2 പേരെ ഇത് ചെയ്തിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മള് ഉള്ളവരെ. കാരണം നമുക്ക് ഒന്നും ആകാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഒന്നും ആകാൻ പറ്റിക്കൂടാന്നില്ലല്ലോ.
ഇനിയിപ്പോ ഒരു സിനിമ നിങ്ങളുടെ ഡാൻസിന് 3 റീലിട്ടപ്പോ തന്നെ ഭയങ്കര വൈറലായി. 3 റീലല്ലേ ഇട്ടേക്കുന്നത്? 3. ഫസ്റ്റ് റീൽ എനിക്ക് കാണാൻ എന്റെ കണ്ണിൽ വന്ന് കടാക്ഷിച്ചിരുന്നു. അപ്പൊ അത് ശരി ചേട്ടാ, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ നിങ്ങള് ഇപ്പൊ എല്ലാരും 50 അല്ലേ, 50+ അല്ലേ? അങ്ങനെ പറഞ്ഞു. 45 ഇത് 51, ഇത് 50. തെറ്റിച്ച് പറഞ്ഞാലേ കറക്റ്റ് പറയുള്ളൂ. ഒരു വയസ്സ് കൂട്ടലടാവേ. എനിക്ക് 49. 50+ എല്ലാരും 45, 40. 45. ഓക്കെ. ഞങ്ങളുടെ തൈപ്പൂയാട്ടം, ഞങ്ങളുടെ പാട്ടില്ലേ തൈപ്പൂയ കാവടിയാട്ടം, അതുപോലെ അല്ലെ? ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവരിത് ചേട്ടൻ പോയി കഴിയുമ്പോൾ ഇവരൊന്ന് നിർത്തൂന്നാണ് ഇപ്പൊ ഇവരെല്ലാം എന്നോട് പറഞ്ഞത്. കാരണം ചേട്ടൻ പറഞ്ഞാൽ അനുസരിക്കുള്ളൂ എന്നാ പറയുന്നത്. അതെന്താ കാരണം? ബാക്കിയുള്ളവര് പറഞ്ഞ കേൾക്കില്ല. ബഹുമാനമില്ല, ഇറവറൻസ്. അത് ആളൊന്നും ഒരു ഗുണ്ടയ്ക്ക് മുട്ട 4 മുട്ട 4 പൊറോട്ട 1 മുട്ട അങ്ങനെയൊക്കെയാണോ? ഗുണ്ടാന്ന് പറഞ്ഞല്ലോ ചേട്ടനെ ഇടിക്കാനൊക്കെ. ചുമ്മാ ഇതേ എന്താന്ന് വെച്ചാൽ ഇവന്മാര് എനിക്ക് പഠിപ്പിക്കാന്ന് അറിയില്ല. ഞാൻ ഇവന്റെ കണ്ടു പഠിച്ചതാ. ഇവൻ എന്നിട്ട് അവിടെ തന്നെ അങ്ങനത്തെ ഒരു അപ്പൊ ഞാൻ നമ്മ അപ്ഡേറ്റ് ആണ് കുറച്ച് ഇതാണ്. അപ്പൊ ഞാനിങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോഴും ഒരു സ്റ്റെപ്പ് ഇടും, അത് പറ്റൂല ഇത് പറ്റൂല, ടൈമിങ് ഇവൻ നോക്കും, കോമഡി ഇതുണ്ടെങ്കിൽ അവൻ നോക്കി ഇങ്ങനെ ആയിരുന്നു. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കൂല, ഭയങ്കര ചിരി. പിന്നെ ഞാൻ കാസറ്റ് എറിഞ്ഞു പൊട്ടിക്കല്, ഞാൻ ഇത് കൊണ്ടുവരും. എന്നിട്ട് എന്തെങ്കിലും ആരെങ്കിലും സ്റ്റെപ്പ് തെറ്റിച്ചറിഞ്ഞെങ്കിൽ എന്നെ തരും. പറയോട്ടാ അനിയനല്ല, നമുക്ക് എന്ത് ചെയ്യാലോ. ചെറിയ അല്ല ചേട്ടൻ പറഞ്ഞ കാസറ്റ് ഒക്കെ ആയിരുന്നല്ലോ അന്ന്. മറ്റേ റെക്കോർഡ് ചെയ്ത് വേറൊരു ടേപ്പ് റെക്കോർഡറിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് അതെങ്ങാനും പൊട്ടിയാറാവും. ഞങ്ങളുടെ നാട്ടിൽ റബ്ബർ പശ വെച്ച് ഒട്ടിച്ച് ഇടിയും ചീത്തേനെ ഒരു ഡയലോഗ് ഉണ്ട്. അവരോട് പറഞ്ഞ അവര് വഴക്കിട്ടു. നീയാവുമ്പോ പ്രശ്നമില്ലല്ലോ. ചിലത് കിട്ടല് അങ്ങനെയാണ് നമ്മള് ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കും. അത് എന്നോടുള്ള ഇത് കൊണ്ടിട്ടാണ്, എന്താണെന്നറിയില്ല. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും ഇത് പറഞ്ഞു കഴിഞ്ഞാലും മിണ്ടാണ്ട് വരും. അത് ഇപ്പോഴും ഏറ്റവും നേരത്തെ ഞങ്ങൾക്ക് കറങ്ങി അതെനിക്ക് സ്പേസ് ഉണ്ടോ കളിക്കാൻ, പ്രാക്ടീസ് ചെയ്യാൻ? ഇപ്പൊ രണ്ടുപേരും കൂടി നമ്മള് ഇതില് ഒരുമിച്ച് കളിച്ചിരുന്ന ആ സമയത്ത്, കുഞ്ഞുക്കിടങ്ങളായിരുന്ന ആ സമയത്ത്, ഇവന്റെ പോലെ തന്നെയുള്ള ഇവന്റെ പ്രായമുള്ള രണ്ടുപേരും കൂടെ ഉണ്ട്. അവര് വന്നിട്ടില്ല. അവരിപ്പൊ മൂന്നാമത്തെ റീലിൽ തുടങ്ങി അവര് കേറിയിട്ടുള്ളു. രണ്ടുപേരെ ഇത് ചെയ്തെടുത്ത്. ഒന്ന് മിനേഷ് എന്ന് പറയുന്നത്, ഒന്ന് സുഷാദ് എന്ന് പറയുന്നത്. 19 പേരുള്ളു, ഇപ്പൊ 8 പേരുള്ളു. ഞങ്ങൾ വേറെ ആരും എടുക്കാനുള്ള സ്ഥലം കൂടി ഉണ്ട്. ഇവരെല്ലാം കൂടെ ഇപ്പം റീൽ എടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, റീൽ എടുക്കുമ്പോൾ നമുക്കറിയാം റീൽ എങ്ങനെയൊക്കെ ഓടുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കുന്ന ഒരുമാതിരിപ്പെട്ട ഇവർക്ക് അത്രയും അറിയായിരിക്കും കേട്ടോ. എന്നെ കഴിഞ്ഞും അറിയത്തില്ല. അപ്പൊ ഇത് മാർക്കറ്റിംഗ് ആക്കുകയും ചെയ്യണം, നമുക്കിത് പബ്ലിക് ആക്കുകയും ചെയ്യണം. അപ്പൊ എന്നതായിരുന്നു ഇവരോട് കറക്റ്റ്? നമുക്കത് ചേട്ടാ അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്. കാരണം ഇവരുടെ സ്റ്റെപ്പുകളൊക്കെയും നമ്മൾ പണ്ട് ഇവർ കളിച്ചതാണ്, പണ്ട് ഒരുപാട് കണ്ടതാണ് ഈ സ്റ്റെപ്പുകളൊക്കെ. പക്ഷെ അത് വീണ്ടും ഇവർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു കൊച്ചിനെ ആകർഷിച്ചത്? ഞാൻ ഇവരുടെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. എന്നിട്ടാണ് റീല് ഇടുമ്പോൾ നമ്മ ഇതായിട്ടുള്ള റീച്ചായിട്ട് നിൽക്കുന്ന പാട്ടുകളും കാര്യങ്ങളൊക്കെ അത് തന്നെ പോസ്റ്റ് ചെയ്താലും ഒന്നുകൂടി റീച്ച് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഇവരുടെ എന്നിട്ട് ഇഷ്ടപ്പെട്ട പാട്ടുകളുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഇവരെടുത്തത്. ഇവര് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇവരുടെ വസന്തകാലത്തിലെ ഓർമ്മകൾ എടുത്തിടാനുള്ള സ്ഥലമാണ്. അതാണ് സംഭവം. അതിന്റെ കാരണം അറിയാമോ? ഈ ഞങ്ങളിപ്പോ എത്ര വർഷമല്ലേ കളിക്കുന്നില്ലേ, ഞങ്ങൾ കളിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഒരു വീഡിയോ ഒരു ഫോട്ടോ ഒന്നുമില്ല. അപ്പൊ ഒന്ന് കാണേണ്ടതൊക്കെ ആ ഫസ്റ്റ് ഞാൻ കളിക്കുന്നത് അതുകൊണ്ട് ഫീൽ ചെയ്തു എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റ
ഇതിപ്പം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ജനിച്ചു വീഴുന്ന പിള്ളേർ ഉൾപ്പെടെ അവരുടെ പാരൻസ് കാണിക്കുന്നുണ്ട്. ഒരു പിള്ളേർ ഒരു പരിധിയായി കഴിഞ്ഞാൽ ഫോൺ എടുത്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കളിക്കുന്നത് കാണുന്നത് ഓഡിയൻസ് മാത്രം. നമ്മൾ എന്താ കളിച്ചതെന്ന് നമുക്ക് കാണാനുള്ള ഒരു ഫോട്ടോ പോലും ഉണ്ടായിട്ടില്ല നമ്മുടെയൊക്കെ കാലത്ത്. കിട്ടിയിട്ടുണ്ട് പഴയത്. അല്ല, അന്ന് അത് കാണാൻ കൊതിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ ക്യാമറയിൽ നമ്മുടെ ഒരു വീഡിയോ എടുക്കാൻ നമ്മൾ കൊതിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സമയത്ത് നിന്ന് ഇന്ന് ചേട്ടൻ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടു എന്ന് പറഞ്ഞപ്പം തീർച്ചയായിട്ടും അതാണ് നിങ്ങളുടെ ആകെ അതാണ് നിങ്ങളെ കൊണ്ടെത്തിച്ചതല്ലേ. കണ്ടിട്ടൊന്ന് നന്നായി കൂടെ. ഇതന്നെ പറഞ്ഞത് മതി, ഇനിയിപ്പൊ ഇത് മതി. അന്നത്തെ കളിച്ചതിന്റെ ഒരു എല്ലാവർക്കും ഉണ്ടല്ലേ. കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി. ഞാൻ വിചാരിച്ചു കാലൊക്കെ എടുത്ത് അടിക്കുന്നത്. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോ 4 ഇഞ്ച് പോലും കാല് ഡാൻസ് കളിക്കുന്ന വീഡിയോ കണ്ടപ്പോ അല്ല, ആ സമയത്തേ ഇവരുടെ ചെറുപ്പത്തില് ഇവര് പെർഫെക്റ്റ് ആയിരുന്നു. ഞാനൊക്കെ സ്റ്റേജിൽ ഇങ്ങനെ കണ്ടു നിന്നിട്ടുണ്ട്. അത്രയും പെർഫെക്റ്റ് ഉള്ള കളിയായിരുന്നു ഇവരുടെ. ആയ കാലത്ത് കാണാൻ പറ്റാത്തതാണ് ഇപ്പൊ. പക്ഷെ ഒരുപാട് കമന്റ് അതിൽ ഇങ്ങനെ വായിച്ച് ഞാൻ എല്ലാത്തിനും മറുപടി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ അതിൽ വായിച്ചത് ഇവര് ഈ പ്രായത്തിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ ആയ കാലത്ത് എന്തായാലും ഞാൻ തന്നെ ആലോചിച്ചു അപ്പൊ എന്തായിരുന്നായിരിക്കും നമ്മ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ആദ്യം സിജു എന്ന് പറഞ്ഞ നമ്മളൊരു സുഹൃത്ത് തന്നെയാണ് പോസ്റ്റ് ഇട്ടത്. അവൻ ഭയങ്കര ഞങ്ങളുടെ ഫാനായിരുന്നു. അവൻ ഇട്ട് കഴിഞ്ഞപ്പോ പിന്നെ മജുന്ദാറ് ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോ നമ്മ വായിച്ചിട്ട് ഇവന്റെ വൈഫിനൊക്കെ ഭയങ്കര ഇതായി പോയി. അവര് ഫയർ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു. അപ്പൊ വിനായകൻ നമ്മുടെ അവരൊരുമിച്ച് ഒരു സ്റ്റേജില് ചെയ്തിട്ടുണ്ട് അന്ന്. എന്താണേലും വിനായകൻ ചേട്ടൻ മറന്നു പോട്ടെ. അല്ല, വിനായകൻ ചേട്ടനെ ആ പടത്തിലെ മാന്ത്രികത്തിനകത്ത് കൊണ്ടുവരുന്നത് തന്നെ ഈ ഒരു ഗെറ്റപ്പ്. അതിനാ ഇത് കാണാൻ വേണ്ടിട്ട്, അതായത് പുള്ളിയുടെ കൂടെ കളിക്കാൻ വേണ്ടിട്ട്. അന്ന് ഉണ്ട് ഞങ്ങൾ കളിക്കുന്ന അതേ കാലഘട്ടത്തില് വിനയൻ, പാർത്ഥസാരഥി, നമ്മുടെ ഇപ്പൊ മഹാരാഷ്ട്രയിലെ ലെക്ചറർ ആയിരുന്നു. അവനൊക്കെ ഫയർ ഡാൻസ് കളിക്കുമായിരുന്നു. അവൻ എന്ന് പറഞ്ഞോണ്ട് സോറി, ലെക്ചറാണ് പുള്ളി. അവരൊക്കെ നല്ല മോഡൽസും നല്ല ഇതായിട്ടുണ്ട്. ഫയർ ഡാൻസ് കണ്ടു നോക്കി നിന്നിട്ടുണ്ട്. ഇവരെന്ത് കെമിക്കലാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഉപയോഗിക്കുന്നത്, ഞങ്ങൾക്ക് അതൊന്നും അറിയാൻ പറ്റില്ല. എന്നാലും മണ്ണെണ്ണ വാരി കുത്തിച്ച് ഈ കളിക്കും. പായ പൊള്ളും, ചിലപ്പോൾ ഇവിടെ പൊള്ളും, ചിലപ്പോൾ ഇവിടെ പൊള്ളും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു ഇതാണ് നമ്മൾ ചെയ്യാനുള്ള ഒരു ഇത്. ഒരുപാട് ഫയർ ഡാൻസ് പഠിക്കാൻ വേണ്ടി തന്നെ മാന്ത്രികം കുറെ തവണ കണ്ടിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് ഡാൻസ് കളിച്ചപ്പോ എന്റെ ഭാര്യ വരില്ലായിരുന്നു. തുടങ്ങിയിട്ടുണ്ട് വേറെ ഇടി ഇത് ഞാൻ പണ്ട് കളിച്ചെങ്കിൽ ഇപ്പോഴും ഫാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ തമാശ കടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ആ പുള്ളിക്കാരത്തി ഞങ്ങളെ അത് വായിച്ചിട്ട് പോയി. പുള്ളിക്കാരത്തി വിഷമമായിരുന്നു. ഞാൻ ഒരു വണ്ടി ചെയ്തോണ്ടിരിക്കുന്നേ. അപ്പൊ കക്ഷി മൊബൈൽ ഇങ്ങനെ വായിച്ചു പോണേ റോട്ടിൽ കൂടി. അപ്പൊ എന്റെ അടുത്തൂടെ പോണ എന്നെ കണ്ടല്ല തൊട്ടത്. അപ്പൊ തട്ടി വീഴില്ലേട്ടാ. അപ്പോഴാണ് എന്നെ കണ്ടത്. ആ ചേട്ടാ അപ്പൊ എന്താണ് ഇത് വായിച്ചു, നിങ്ങളെ സ്റ്റോറി വായിച്ചൊന്നും പോണേ. എന്നിട്ട് എന്ത് തോന്നി? എനിക്ക് വിഷമം തോന്നി. ചേട്ടൻ വന്ന് അടുക്കളയിൽ വന്ന് കളിക്കുമ്പോ അതെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് വായിച്ചപ്പോ എനിക്കൊരു വല്ലാത്തൊരു ഫീൽ. എന്തിനാണ് ചേട്ടാ ഈ ഫയർ ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞില്ലേ? അന്നൊക്കെ ഈ ഫയർ ഡാൻസ് എന്ന് പറയുമ്പം മെയിനായിട്ട് വായിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക, തുപ്പുക, വാളിക്കുഞ്ഞിനെ പോലെ നിർമ്മിക്കുക, പിന്നെ ഇങ്ങനെ വെക്കുക. എങ്ങനെയായിരുന്നു ഇതൊക്കെ? എന്തായിരുന്നു ഈ പറഞ്ഞ കെമിക്കൽ? മണ്ണെണ്ണ മാത്രമായിരുന്നു? മണ്ണെണ്ണ മാത്രം. അത് പിന്നെ തലയൊക്കെ കത്തിക്കുമ്പോൾ ഡീസൽ കയറുന്നു. മറ്റേ ഈ എന്തൊക്കെയോ കത്തിച്ച് കളയുന്ന പോലെ തല കത്തിക്കാൻ. പിന്നെ ഒരു കവള്ളി മണ്ണെണ്ണ എടുത്തിട്ട് 42 ഏറ്റവും കൂടുതൽ ആരും ആദ്യം വെള്ളത്തിലെ കൂതിപ്പടിക്കും നമ്മ. മുരുകന്റെ ഇപ്പൊ എത്തിയിട്ടില്ല. മുരുകൻ എന്തോ 52. അത് ഡീസലൊക്കെ പെട്ടെന്ന് തീ പിടിക്കില്ലേ? തലയിലൊക്കെ ഡീസൽ ഇട്ട് കഴിഞ്ഞാല് ആ ഉടനെ തന്നെ കെട്ടു പോകും.
പെട്രോളിന്റെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പെട്രോള് ഇത് ചെയ്യും. ഓടിക്കും പെട്രോൾ ലൈനായിട്ട് ഓടിക്കാം, എന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ പറയണ കേട്ടൊന്ന് കെമിക്കൽ ഉപയോഗിക്കുന്ന പറ്റില്ല, നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചെയ്തായിരിക്കും. പോളിടെക്നിക്ക് പഠിക്കാത്തോണ്ടേ അതുകൊണ്ട് ആ ഒരു അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അപകടം ഒന്നുമില്ല. ഉണ്ടാവാതിരിക്കട്ടെ. അതെ, വേറെ ഒന്നും ഇല്ല. എനിക്ക് അതൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അത്തരംപ്പെട്ട കലാപരിപാടികൾ ഞാൻ കാണത്തില്ല. നോവിക്കുന്നത് ഈ പറയുന്ന സാഹസമൊക്കെ എനിക്ക് ഒട്ടും പറ്റാത്ത ഒരാളാണ്. ജീവിതമേ സാഹസമായതുകൊണ്ട് പിന്നെ അതിന്റെ എക്സ്ട്രാ സാഹസം കാണാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ ഒരുമിച്ച് കളിക്കുമ്പോ അടിച്ചവരാലും ഒരാളെ കാണാനില്ല നേരെ. അയ്യോ, ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു ചേട്ടാ. ചേട്ടാ, അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. നിങ്ങൾ കളിച്ചതിൽ ഏറ്റവും അതായത് കളിച്ചോണ്ടിരിക്കുമ്പോ ഒന്ന് സ്റ്റെപ്പ് തെറ്റിയത്, അത് നമുക്കൊന്നും പറയാൻ മേല. നമുക്ക് ചീത്ത പറയാനും വയ്യ, മറ്റേത് ചിരിച്ചിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതായത് എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചു കാണാം, അല്ലെങ്കിൽ ഒരാള് പറഞ്ഞ പോലെ സ്റ്റേജിന് താഴെ പോവുക. എന്തായിരുന്നു അവസ്ഥ? അവസ്ഥ പറഞ്ഞല്ലോ, പല കേട്ടുള്ള സ്റ്റേജ് അടിയില് ആ. ഗ്യാപ്പായിരിക്കുള്ളൂ, മെല്ലെ തട്ട്. അപ്പൊ അവര് കട്ടൺ ഇതുപോലെ ഇട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ നമുക്ക് ബോർഡർ അതായിരുന്നു. പക്ഷെ കളിച്ച ബേക്കിലേക്ക് പോന്നു. അപ്പൊ പോയി ഒരാളെ കാണാനില്ല. കൂടെയുള്ളവര് കളിച്ചോ ചേട്ടാ, ചിരിച്ചോ? കളിച്ചോണ്ടിരിക്കരുത്, സൈഡിൽ കയറി വന്ന് സൈഡിൽ കയറി വന്ന് സ്റ്റെപ്പ് ഇട്ട് മറ്റേ ഞാൻ വീണതല്ല, തിരിച്ച് കയറി വരുമല്ലോ. മറ്റേ സ്ഥിരം ഈ മൈക്കിൾ ജാക്സന്റെ ഒക്കെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഒരു കോട്ട് ഉണ്ടല്ലോ, ആ കോട്ട് ഇങ്ങനെ വിടർത്തിയിട്ട് വരുന്ന സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ. അങ്ങനെ കാലെടുത്ത് വേറെ എടുത്താ നിർത്തി പറയും. ഞാനാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പറയുന്നതെന്നാ വിചാരിച്ചേ ചേട്ടൻ. ഞങ്ങളുടെ അത്ര ഒന്നും വരത്തില്ല. ആ, അത് ഭാഷയാണോ? ഭാഷയാണോ? അതാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോ ഇവിടെ അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങന്ന് പറയാൻ തുടങ്ങിയില്ലെന്ന് ചോദിച്ചെന്ന്. അല്ല, നിങ്ങളുടെ കൂടെ ഇരുന്നത് കൊണ്ടാണ്. ഇല്ല നിങ്ങളുടെ കൂടെ ഇരുന്നത് കൊണ്ടാണ്. ആ, പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കോമഡി തോന്നിയിട്ടുള്ള അവസ്ഥ ഏതാ? കോമഡി ഒരുപാട് ഒരു കോമഡി ഉണ്ട്. അതായത് നമ്മളെ ഇല്ല, ഉറുവസി കളിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഓടി വന്നിട്ട് ഇങ്ങനെ പൊക്കുന്ന ഒരു സീനുണ്ട്. നിങ്ങൾ കയ്യിൽ കോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഓടി വരുന്നു, മറ്റേ ഇങ്ങനെ ചാടുന്നു. ടൈമിംഗ് കണ്ടില്ലെങ്കിൽ ഇവൻ പൊക്കി ഭയങ്കരമായിട്ടേ പൊക്കി വിട്ട് നെഞ്ചും തല്ലി വീണു. കാലിന്റെ ആൾക്കാർ കൂടുതൽ പോയി കളഞ്ഞു, നെഞ്ചിന്റെ ആൾക്കാരെ കാൽഭാഗം കൂടുതൽ പോയിപ്പോയി. അവിടെ കിടന്ന് സ്റ്റെപ്പ് എടുത്ത് സമയത്ത് കേട്ട ഭാഷ കട്ട വീണോ പിന്നെ എവിടെന്നൊക്കെ ഓരോ ഒച്ചപ്പാട് കൊടുക്കുന്ന. പിന്നെ അത് നിങ്ങളെ വിശ്വസിച്ചില്ല, അദ്ദേഹം ചാടുന്നേ. അത് കാലിട്ടടിച്ചതല്ലടാ, ചിക്കണോന്ന് പറഞ്ഞത്. അത് കണ്ട ആൾക്കാർ ഭയങ്കര കൈയടിയാണ്. ആൾക്കാരെ കൈയടിക്കുന്നുണ്ട് അല്ലേ? അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേറെ മാറില്ലല്ലോ. അപ്പൊ 4 പേര് ഇന്നൊരു ചാടി ഇങ്ങനെ ആ ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് തെറ്റിയിട്ടുള്ളൂ. നിങ്ങളുടെ ഏറ്റവും വലിയ പേയ്മെന്റ് എത്രയായിരുന്നു? അന്ന് ഞങ്ങൾ 2 രീതിയിൽ കളിച്ചിരുന്നു. ആദ്യം എന്ന് വെച്ചാല് ഒരു പാട്ട് 100 രൂപ, ഒരു പാട്ട് കളിക്കുന്നത് 100 രൂപ, 5 മിനിറ്റ് അല്ലേ, 100 രൂപ. 100 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് മെയ്സൺ ആയിട്ട് ഒരു കൂലിപ്പണിക്കാർക്ക് കിട്ടുന്ന 75 രൂപയായിരുന്നു. അപ്പൊ നമുക്ക് 100 രൂപക്കുള്ള ആവശ്യമില്ല, ഒന്നുമില്ല. ആവശ്യമാണ്. കാരണം നമ്മളുടെ മെയിൻ പരിപാടി ഭക്ഷണം കഴിക്കുക, മെയിനായിട്ട് പൊറോട്ട ബീഫ്, അതാണ് മെയിൻ പരിപാടി. അത് കിട്ടാവുന്നതല്ല. അവര് 5 പാട്ട് കളിക്കുമ്പോൾ 500 രൂപ. അതായത് അപ്പൊ അവര് കുറച്ച് ദിവസത്തേക്ക് ഓക്കെ. പിന്നെ ഡ്രസ്സ് എടുക്കണം, തുണി, അത് ഇതൊക്കെ മേടിക്കുക, ഇതും മാത്രം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ കയറി ഒരു പാട്ടിന് ഇപ്പൊ 500 രൂപയായി. പിന്നെ ഒരു പാട്ടിന് 2000 രൂപ വെച്ച് മേടിക്കും. പിന്നെ കോമ്പറ്റീഷനാണ് കൂടുതൽ പോകാറ്. അതാകുമ്പോ ഒറ്റ പണി എടുത്താൽ മതി, ആത്മാർത്ഥമായിട്ട് അടിച്ച ഇപ്പൊ 10,000 രൂപ 5,001 മതിയല്ല. നമ്മ ഉറപ്പിച്ചിട്ടാണ് പോണത്. നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഒരു സ്ഥലത്തും വെറും കൈയോടെ അങ്ങനെ പോയിട്ടില്ല. 3rd കിലോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് വൈപ്പിങ്കരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പൊ ഷോക്കില് ഇതിന് പോയ സമയത്ത് 5,001 ട്രോഫി, വലിയ ട്രോഫി ആയിട്ട് ആ ബോട്ടിൽ വന്ന് കിടന്നിട്ടുണ്ട്. കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. 8:30 കഴിഞ്ഞാലേ അങ്ങോട്ട് ബോട്ടില്ലായിരുന്നു. അപ്പൊ അവിടെ വന്ന് കിടക്കും, കൊതുകടിയും കൊണ്ട്. പിറ്റേ ദിവസം രാവിലെ പോകും.
ഇതായിട്ട് എല്ലാം എല്ലാവരും ഇത് ഭ്രാന്തന്മാരാണ് ഈ സാധനമൊക്കെ ഇട്ട് വന്നത്. ശരിക്കും മൂൺ വാക്ക് നിങ്ങളുടെ കഥ പോലെ ഉണ്ടല്ലോ. അങ്ങനെ അതെ മറ്റവൻ തിരിച്ചു വന്നിട്ട് അതെ അല്ലേ? അതെ അത് അന്നേരം എല്ലാ പാവപ്പെട്ട ഡാനേഴ്സിന്റെ എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ്. അത് കാണുമ്പോൾ ഇത് എന്റെ കഥയാണെന്നുള്ള എനിക്കും തോന്നുന്നു, എനിക്കും തോന്നാറുണ്ട്, വേറെ എല്ലാവർക്കും തോന്നുന്നത്. അങ്ങനെ അന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്ന നമുക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. വീട്ടിലെ അച്ഛൻ നമുക്ക് ഇഷ്ടമായിരുന്നില്ല, ഇവൻ ഒളിച്ചു വരും ഷർട്ടക്കുള്ളിലിട്ട് കണ്ടൂടാ വീട്ടുകാർക്ക്. വേറെ ഒരു പണിക്കും പോകാണ്ട് ഇവന്മാരെ എന്തെന്നായി കാണിക്കാൻ പോയി തുള്ളണം, അത് ഇത് നല്ലതായിരുന്നു. പക്ഷെ പിന്നീട് 25 വയസ്സായി എത്തിയിട്ടില്ല ഈ ഫുട്ബോളും ഡാൻസും കളിച്ചുകൊണ്ട് നടക്കാൻ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു. എല്ലാവരും പ്രായവുമായി വേറൊരു പരിപാടിക്കും പോലെ ഒരുത്തം 10 വയസ്സിലും തുള്ളി കളിച്ച് നടക്കും. 25 ആയിട്ടില്ല, അതിനുള്ളിൽ നിർത്തി. ഞാൻ 22-ാമത്തെ വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കണത്. ഞാൻ 2000 ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് കപ്പലിൽ കിട്ടി. ഞാൻ നേരെ വിട്ട് ഇവിടെ വിട്ടതല്ല, അത് പറഞ്ഞിട്ടല്ല നമ്മ ഓൾറെഡി അതൊരു വലിയ ഡിസിഷനാ ചേട്ടാ നിങ്ങൾക്ക് പറ്റുന്ന. അതില് ഞാൻ പറയാം പലരും ലൈഫില് ഇതുപോലെ തന്നെ കഥ പറയാനുണ്ടാവും. ഇവൻ 2000 പോയി 2003 വരെ ഞങ്ങൾ കൊണ്ട് നടന്നു. പല പല ഇതായിട്ടൊക്കെ എല്ലാരും അല്ല, ചിലവര് കളിക്കും. പിന്നെ അങ്ങോട്ട് പിന്നെ ഈ റീല് വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായ മാറ്റം എന്താ? വീട്ടുകാർ അംഗീകരിക്കാൻ തുടങ്ങി. ചേട്ടന്റെ വീട്ടുകാർ അംഗീകരിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പറ എന്താ നിങ്ങൾക്ക്? മറ്റേത് അവര് കണ്ടിട്ടുണ്ട്. ഇപ്പൊ മറ്റു പുറത്തുനിന്നുള്ള ആൾക്കാർ പറയുമ്പോ നമുക്ക് നാട്ടില് മറ്റേ മാറി നിക്കണ അങ്ങോട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ. ഇപ്പൊ ആളുകള് നിങ്ങത് നിർത്തതായിരുന്നു ഇങ്ങനെ പറഞ്ഞു എല്ലാരും. ഇപ്പൊ പറഞ്ഞാ എല്ലാവരും ശരീരവും നന്നാവുമല്ലോ. അതെ, ഇവനൊഴികെ ബാക്കി എല്ലാവരും, അവന് മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു, അവന് ഇത്തിരി കൂടി വണ്ണം പറ്റുന്നു. ഇവനൊഴികെ ബാക്കി എല്ലാവരും വയറന്മാരായിരുന്നു. വയറന്മാരല്ല, നിങ്ങൾ കുറച്ചുകൂടെ, നിങ്ങൾ 45-ന്റെ ഇതല്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു 50-ന് മേളിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഡാൻസ് ആണ് ഏറ്റവും നല്ല വഴി. ഡാൻസ് ആണ് ഏറ്റവും നല്ല വഴി. കാരണം നിങ്ങൾക്കൊക്കെ കളിക്കാൻ അറിയാം. സ്റ്റെപ്പ് എന്നെ പോലെ മറ്റേ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നുണ്ട്. 74 ഞാൻ 65 കിലോ ആയിരുന്നു, അതിപ്പോ 59 ആയി. അടിപൊളി, സെറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ട് പാട്ട് വെച്ചിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തു. നിങ്ങൾ പറഞ്ഞപ്പോ ഓർമ്മ വന്നതാ. റെക്കോർഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എന്റെ കളി കണ്ടപ്പോ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് നിർത്തിട്ട് പോയി. ഇത്ര വൃത്തിയായിട്ടോ അപ്പൊ തന്നെ നിർത്തി വെച്ച്. നമ്മുടെ സന്തോഷമാണ്, അത്രേ ഉള്ളു. ഇത് ഇനി കേറി ഭയങ്കര ഞാൻ നോക്കിയാൽ ഇത്ര വീസൊന്നും വല്ല പൈസ കിട്ടും ഒരു സാധനം കിട്ടും. എനിക്കറിയാമല്ലോ എന്റെ പരിപാടി എന്താണെന്ന് അറിയണ്ട. ഇങ്ങനെ പിന്നെ ഇപ്പൊ സിബിൽ എന്ന് പറഞ്ഞ അവന് ഞാൻ ഒപ്പം കളിച്ചെന്ന് വെച്ചാണ്. അവന് വിട്ടുപോയി. അവനൊരു ഇത് കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ചാണ്. അടുത്താണ് കല്യാണം കഴിച്ചെങ്കിൽ അവൻ മാറിയിട്ട് വരാതെ അങ്ങാട്. അവനിപ്പോ വന്ന് ആദ്യത്തെ റീല് ആദ്യം പറഞ്ഞപ്പോ എന്ത് വേറെ പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ആദ്യത്തെ റീല് കണ്ടുകഴിഞ്ഞപ്പോ ഇത് എല്ലാരും ഇത് അറിയണ്ട്, നമുക്ക് കളിച്ചെന്ന് അറിയണമെന്ന് പറഞ്ഞപ്പോ അതിനും വന്നു. അപ്പൊ അവന്റെ സന്തോഷം എന്താ പറയാം, ഇന്നലെ മിനിയാന്ന് കൂടെ അവൻ പറഞ്ഞത് എടാ ഒന്നിച്ചിരിക്കാൻ പറ്റണ്ടല്ലോടാ, അത് തന്നെ ഒരു ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ്ടാന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് അത് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സമയമുണ്ട്. ഇപ്പൊ എല്ലാരും വെവ്വേറെ, എല്ലാവർക്കും വെവ്വേറെ ഗ്യാങ്ങുണ്ട് അവരുടേതായ. പക്ഷെ ഒന്നിച്ച് വന്നിരിക്കുമ്പോ ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് ഞാൻ ശരിക്കും അനുഭവിക്കണ്ട്. ഞാനിവിടെ ഇല്ലാത്ത ആളാണ്. ഞാനിവിടെ വരാനത് എനിക്ക് കമ്പനി എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മുടെ ഇതില് ആ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതൊരു വല്ലാത്തതാണ്. ആ ഒരു 1-2 മണിക്കൂർ ഞാൻ പോണ്ട എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെ നിന്ന് പറയണത് എങ്ങനെയെങ്കിലും അത് പറഞ്ഞിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ടേ അതെ ഞാൻ പോണ്ടെന്ന് പറയും. എന്നാലും അവിടെ നിന്ന് വർത്താനം പറയാം. അവിടെ പഴയ ആ ഒരു ഇതുണ്ടല്ലോ, അത് കിട്ടണ്ട ഒരു സുഖമുണ്ട്. നമുക്കൊന്നും ആയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ കുറച്ച് എടുക്കാം, നമുക്ക് കാണാമല്ലോ ഒന്നുമില്ലെങ്കിൽ എന്നുള്ളതാണ്. അത് ആൾക്കാർ കണ്ടോട്ടെ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ വേറെ പിടിച്ചു വെച്ചിട്ടുണ്ട്, ഫണ്ണായിട്ട് ചെയ്യാവുന്ന ഒരു അതാ ഈ അടുത്ത ദിവസം തന്നെ ഇടുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഇപ്പൊ ആര് കമന്റിൽ ഇടുന്ന പാട്ടുകൾ, അതൊക്കെ കളിക്കും. അങ്ങനത്തെ നമുക്ക് ഇപ്പോഴത്തെ ജെൻസി പിള്ളേരുടെ മൂവ്മെന്റ്സ് ഒന്നും കിട്ടൂല. നമുക്ക്
കിട്ടായിക്കൊന്നുമില്ല, ഉം. പക്ഷെ അതൊരു നമുക്കൊരു വെല്ലുവിളിയാണ്. ശാരീരിക ബുദ്ധിമുട്ട് ഇവന് ഞാനും ഒരു ഭാഗത്ത് വന്നു തളർന്നു പോയി. സ്ട്രോക്ക് വന്നു. എനിക്ക് അസുഖങ്ങൾ തുടങ്ങിയത് ഞാൻ ഡാൻസ് നിർത്തിയതിനു ശേഷം. എന്ന് ഞാൻ ഡാൻസ് നിർത്തി കപ്പലിൽ പോയി 2ാമത്തെ വർഷം തുടങ്ങി എനിക്ക് അസുഖം വന്നു തുടങ്ങി, തടി വെക്കാൻ തുടങ്ങി. ഇതൊരു എക്സർസൈസ് തന്നെയായിരുന്നു. ഞാൻ എല്ലാം നല്ല ഇതായിട്ട് ഇങ്ങനെ വെച്ചായിരുന്നു. അതൊരു വലിയ മാറ്റം തന്നെയാണ് 2000-ന് ശേഷം. പലരും പല വഴിക്ക് പോയി, പല ഇതായി, പല ഗ്യാങ്ങായി ഇതായി. പക്ഷെ അതിപ്പോൾ അതൊരു വരുമ്പോൾ ആ കൂടുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു രക്ഷയില്ല. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം ഒന്ന്, നമ്മുടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കളിക്കുമ്പോൾ നമ്മൾക്ക് കുറെ ഓർമ്മകൾ, ഞാൻ നിങ്ങൾ സംസാരിച്ചിട്ടല്ല എന്റെ ഓർമ്മേനെ തപ്പിയെടുക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോഴാണ് കുറെ ഓർമ്മകൾ, കുറെ നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കളുടെ കൂടെ നിങ്ങൾക്ക് ഇപ്പോഴും ഇരിക്കാൻ പറ്റുക, അവരുമായിട്ടുള്ള നിങ്ങളെ ഷെയർ ചെയ്യാൻ പറ്റുക. ഭയങ്കര പറഞ്ഞതിനപ്പുറം ചേട്ടൻ വന്നാൽ ഇപ്പോഴത്തെ ജനിസി പിള്ളേരുടെ സ്റ്റെപ്പുകൾ വഴക്കാതിരിക്കല്ല ചേട്ടൻ വന്നോളൂ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഇതില് നിങ്ങളുടെ ശാരീരിക പരിമിതികൾ. പക്ഷെ എനിക്കറിയില്ല, ഞാൻ ആ ഒരു പ്രായമായതൊന്നും എനിക്ക് ജനിസിയുടെ ഒന്നും കേട്ടിരിക്കുന്നില്ല. മെഹർ ഒന്നും കൂടെ ആ സ്റ്റെപ്പ് അല്ല നമ്മൾ ആഗ്രഹിക്കുന്ന എനിക്കൊരു ഫീൽ ഉണ്ട്. കാരണം എല്ലാവരും ഒരേ പാട്ടിന് എല്ലാവരും ഒരു 5 മെയിൻ സ്റ്റെപ്പ് ഉണ്ട്. ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ റീൽസിലെല്ലാം തന്നെ ഒരു 5-10 മെയിൻ സ്റ്റെപ്പ് ഉണ്ട്. അത് തന്നെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ശാരീരികമായ മൂവ്മെന്റ്സ് കുറവാണ്. നമ്മളുടെ മൊത്തം ഹോൾ ബോഡിയാണ് നമ്മളെ കളിച്ചോളുന്ന സമയത്ത് ജനിച്ചെടുത്തിട്ടും കള്ളവൈവാളെന്ന് പറയും. എന്നാലും കുഴപ്പമില്ല, നമ്മള് ഒരു പക്ഷെ കണ്ടതിന്റെ ആയിരിക്കും. എന്നാലും ചേട്ടാ നിങ്ങൾ റീൽസ് കാറ്റഗറി ആവട്ടെ, നല്ല നല്ല വീഡിയോസിലൊക്കെ എടുത്തു കൊടുക്കട്ടെ, നല്ല കൊടുക്കണം. ഓക്കെ, ഇവരെ നമുക്ക് സിനിമ ലെവലിലേക്ക് വന്നു. ഞാൻ സിനിമയിൽ എന്താണെങ്കിലും കിട്ടുന്നത് ഡെഫിനറ്റ്ലി എന്റെ നാട്ട് കരുതാൻ ഞാൻ പറയുന്നു. ചിലതിന് അങ്ങനെയൊക്കെ ഒരു ടൈമുണ്ട്. വരട്ടെ, എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. എല്ലാവരുടെയും വീട്ടിൽ അന്വേഷിച്ചായിട്ട് പറയുക. ഇങ്ങനെ കുറച്ച് സമയം എല്ലാവർക്കും ജോലിയുള്ള ദിവസമായിരുന്നു. എല്ലാവരും പണി കളഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ചേട്ടാ ഇങ്ങനെ സാധാരണക്കാരൻ എനിക്കറിയാം. ആ മൂവി ഞാൻ കരുതി ആ ദിവസം കൂലി ഇങ്ങോട്ട് തരുമെന്ന് കരുതി. ഞാൻ കരുതി ആ ഒരു ദിവസം കൂലി ഇങ്ങോട്ട് പറച്ചിലേട്ടം അങ്ങനെ എഴുതിയത്. അത് ഞാൻ തന്നേക്കാൻ പ്രതീക്ഷ ചിരിപ്പിച്ച് കൊല്ലുള്ള